നമസ്കാരം. ഗൾഫ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. ഒമാൻ അൽ ദാഖ്റയിലെ പ്രത്യേക സാമ്പത്തിക മേഖലാ പദ്ധതിയിൽ സോളാർ പവർ സിസ്റ്റവും. ഫാമിന്റെ ആദ്യഘട്ടത്തിൽ 600 സോളാർ പാനലുകൾ സ്ഥാപിച്ചുവെന്ന് അധികൃതർ. കേരളത്തിലെ പ്രളയ ദുരിതാശ്വാസത്തിനായി സ്വരൂപിച്ച ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നിവേദനം. ഇന്ത്യൻ അംബാസിഡർക്ക് നിവേദനം നൽകിയത് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ രക്ഷിതാക്കളുടെ സംഘം. ഒമാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗത്തിന്റെ ആദ്യകാല പ്രവർത്തക കണ്ണൂർ മയ്യിൽ ചിക്യാട്ട് സ്വദേശി മഞ്ജുള നാട്ടിൽ വെച്ച് മരിച്ചു. ഒമാൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് വെൽഫെയർ സെക്രട്ടറിയും ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിങ്ങിന്റെ മുൻ കൺവീനറുമായ സന്തോഷ് കുമാറിന്റെ ഭാര്യയാണ്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പാടിക്കുന്ന് ശ്മശാനത്തിൽ നടക്കും. മസ്കറ്റിൽ മലയാളി വിദ്യാർത്ഥിയെ താമസ സ്ഥലത്തെ കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി തൊടുപുഴ അമേപ്ര ഉടുമ്പന്നൂർ സ്വദേശി ജോർജ് മെക്കാട്ടിൽ ബിനുവിന്റെയും ബിന്ദു ജോർജിന്റെയും മകൻ ബേസിൽ ജോർജാണ് മരിച്ചത്. 12 വയസ്സായിരുന്നു. വാദി കബീർ ഇന്ത്യൻ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വാദി കബീറിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലാണ് സംഭവം. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. മൃതദേഹം തുടർ നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. കേരളത്തിലെ പ്രളയ ദുരിതാശ്വാസത്തിനായി സ്വരൂപിച്ച ഫണ്ട് നാട്ടിലേക്ക് അയക്കാതെ വകമാറ്റി ചെലവഴിച്ചതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ രക്ഷിതാക്കളുടെ സംഘം ഇന്ത്യൻ അംബാസിഡർക്ക് നിവേദനം നൽകി. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ വേനലാവധി വെട്ടിക്കുറയ്ക്കാൻ ഡയറക്ടർ ബോർഡ് എടുത്ത തീരുമാനം പിൻവലിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ദുരിതബാധിതരെ സഹായിക്കാൻ സംഭാവന നൽകിയ വിദ്യാർത്ഥി സമൂഹത്തോടുള്ള കടുത്ത അനീതിയാണ് സ്കൂൾ ബോർഡിന്റെ തീരുമാനമെന്നും പ്രളയത്തിൽ മുങ്ങിത്താർന്ന കേരളത്തിന് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ലഭ്യമായ സഹായങ്ങൾ മുടക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവരുടെ ബോർഡിലെ പ്രതിനിധികളാണ് ഇപ്പോഴത്തെ നിലപാടിന് പിറകിലെന്നും ഈ വിഷയം ഗൗരവമായി കണ്ടുകൊണ്ട് വിവിധ തലങ്ങളിൽ ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും രക്ഷാകർതൃ പ്രതിനിധികൾ പറഞ്ഞു. 2018 കേരളത്തിലുണ്ടായ പ്രളയ ദുരിതത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സ്കൂൾ ബോർഡ് അന്നത്തെ ബോർഡ് എടുത്ത തീരുമാനമായിരുന്നു സ്കൂൾ കുട്ടികളിൽ നിന്നും ഫണ്ട് പിരിക്കുക എന്നുള്ളത്. ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ അനുമതി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഫണ്ട് ശേഖരണം നടത്തിയത്. എന്നാൽ കഴിഞ്ഞ ബോർഡിൽ എംബസി പ്രതിനിധികളുടെ അനുവാദത്തോടെ ആ ഫണ്ട് കേരളത്തിന്റെ CMDRFലേക്ക് അയക്കുന്നതിന് എതിരായിട്ടുള്ളൊരു തീരുമാനമെടുക്കുകയും ആ ഫണ്ട് സ്കൂളിന്റെ മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനം ബോർഡ് എടുത്തിട്ടുണ്ട്. അതിനെതിരെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുള്ള വളരെ ശക്തമായിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള ശക്തമായുള്ള പ്രതിഷേധം അംബാസഡറെ ഇന്നത്തെ ഓപ്പൺ ഹൗസിൽ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അവധി വെട്ടിച്ചുരുക്കിയ നടപടി മൂലം ജൂൺ ജൂലൈ മാസത്തിലെ കടുത്ത ചൂടിൽ കുട്ടികൾ സ്കൂളിലേക്ക് അയക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കുട്ടികളുടെ ആരോഗ്യാവസ്ഥയെ ഉൾപ്പെടെ ബാധിക്കുന്നതാണെന്നും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുപോലെ പ്രതികൂലമായി ബാധിക്കുന്ന പുതിയ തീരുമാനം ശാസ്ത്രീയമായ യാതൊരു പഠനങ്ങളും നടത്താതെയാണ് ഡയറക്ടർ ബോർഡ് കൈക്കൊണ്ടിരിക്കുന്നത്. വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന രക്ഷിതാക്കൾക്ക് തങ്ങളുടെ വാർഷികാവധി തീരുമാനിക്കുന്നതിലും വലിയ പ്രതിസന്ധിയാണ് പുതിയ തീരുമാനം സൃഷ്ടിച്ചിരിക്കുന്നത്. സ്കൂൾ അവധി ചുരുങ്ങിയത് മൂലം നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റിലും വലിയ വർധന ഉണ്ടാകാൻ സാധ്യതയുള്ളതായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അഭിപ്രായപ്പെട്ടു. വലിയ പ്രതിഷേധവും എതിർപ്പുമാണ് ബോർഡിന്റെ പുതിയ തീരുമാനത്തിനെതിരെ രക്ഷിതാക്കളുടെ ഇടയിൽ നിന്ന് ഉയർന്നിരിക്കുന്നത്. സ്കൂൾ അവധി വെട്ടിക്കുറയ്ക്കാനുള്ള ബോർഡിന്റെ പുതിയ തീരുമാനം പിൻവലിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഒമാനിലെ ഇന്ത്യൻ അംബാസിഡറുമായി നടന്ന ചർച്ചയിൽ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. നിരവധി രക്ഷിതാക്കൾ ഒപ്പിട്ട നിവേദനവും അംബാസിഡർക്ക് കൈമാറി. ഒമാനിലെ ഇന്ത്യൻ സ്കൂളിലെ വേനലവധി ഈ അടുത്തിടെ ഡയറക്ടർ ബോർഡിന്റെ തീരുമാനപ്രകാരം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ തീരുമാനത്തിനെതിരെ വിവിധ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ന് ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർക്ക് ഒരു നിവേദനം നൽകിയിരിക്കുകയാണ്. 100 കണക്കിന് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അടക്കം രക്ഷിതാക്കളെയും ബാധിക്കുന്ന ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള ചർച്ചകളോ ശാസ്ത്രീയമായ പഠനങ്ങളോ നടത്താതെയാണ് ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് ഈ തീരുമാനം എത്രയും പെട്ടെന്ന് പുനഃപരിശോധിക്കുകയും അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അക്കാഡമിക് വിദഗ്ധരും അതുപോലെ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും എല്ലാം ഉൾപ്പെടുന്ന അതുപോലെ ആരോഗ്യരംഗത്തു നിന്ന് ഉൾപ്പെടെ ആളുകൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഒരു പഠനം നടത്തി വിവിധ റെക്കമെൻഡേഷനുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശവും ബഹുമാനപ്പെട്ട അംബാസിഡർക്ക് മുമ്പാകെ ഇന്ന് രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ നൽകുകയുണ്ടായി. രക്ഷിതാക്കളുടെ സംഘത്തിന് ദിനേശ് ബാബു, VM അരുൺ, ബിനു കേശവൻ, റിയാസ്, മിഥുൻ മോഹൻ, സുബിൻ, നിസാർ, അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി.
കൈരളി ന്യൂസ്, ഒമാൻ. ഒമാൻ അൽ ദാഖ്രയിലെ പ്രത്യേക സാമ്പത്തിക മേഖലാ പദ്ധതിയിൽ സോളാർ പവർ സിസ്റ്റം ആരംഭിച്ചു. 512 കിലോ വാട്ട് ശേഷിയും 788 കിലോ വാട്ട് മണിക്കൂർ ബാറ്ററി സംഭരണ ശേഷിയും ഉള്ളതാണ് പുതിയ സിസ്റ്റം. ശൈത്യകാലത്ത് ഹൈബ്രിഡ് സിസ്റ്റം പൂർണ്ണമായും പുനരുപയോഗ ഊർജ്ജത്തിലാണ് പ്രവർത്തിക്കുന്നത്. വേനൽക്കാലത്ത് ബാറ്ററികളുടെ പിന്തുണയുള്ള സൗരോർജ്ജത്തെ 70% നിരക്കിൽ ആശ്രയിക്കുന്നു. ഈ സംവിധാനം പ്രതിമാസം ശരാശരി 24.8 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കുകയും 25% വരെ ചെലവ് ലാഭിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. മൊബൈൽ സോളാർ പാനൽ ഫാമിന്റെ ആദ്യഘട്ടത്തിൽ 600 സോളാർ പാനലുകൾ സ്ഥാപിച്ചതായി അധികൃതർ വിശദീകരിച്ചു. എബി എനർജിയിൽ നിന്നുള്ള ഒരു ഒമാനി തൊഴിൽ കമ്പനിയാണ് ഈ സംവിധാനം നടപ്പിലാക്കിയത്.